ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്നത്തെ മത്സരത്തിൽ തകർപ്പൻ പ്രകടനമാണ് നെയ്മർ ജൂനിയർ സാന്റോസിന് വേണ്ടി പുറത്തെടുത്തത്. 2 ഗോളുകൾ നേടി മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം അദ്ദേഹം സ്വന്തമാക്കി. പക്ഷേ അടുത്ത ബ്രസീലിയൻ ലീഗ് മത്സരത്തിൽ നെയ്മർക്ക് കളിക്കാൻ കഴിയില്ല. കാരണം ഈ മത്സരത്തിൽ നെയ്മർ ജൂനിയർ ഒരു യെല്ലോ കാർഡ് വഴങ്ങിയിരുന്നു. വളരെ അനാവശ്യമായി കൊണ്ടാണ് നെയ്മർ യെല്ലോ കാർഡ് വഴങ്ങിയത്. ചോദിച്ചു വാങ്ങി എന്ന് തന്നെ പറയേണ്ടി വരും. അനാവശ്യമായി കൊണ്ട് 1-2 താരങ്ങളെ നെയ്മർ ജൂനിയർ വെറുതെ പ്രകോപിപ്പിക്കുന്നു, ചൊറിയുന്നു. അതിന്റെ പേരിലാണ് റഫറി നെയ്മർ ജൂനിയർക്ക് യെല്ലോ കാർഡ് നൽകിയത്. ഇതോടുകൂടി ബ്രസീലിയൻ ലീഗിൽ 6 യെല്ലോ കാർഡുകൾ അദ്ദേഹം പൂർത്തിയാക്കി. ഓരോ 3 യെല്ലോ കാർഡുകൾ വഴങ്ങുമ്പോഴും ഒരു മത്സരത്തിൽ സസ്പെൻഷനാണ്. അതുകൊണ്ട് തന്നെ അടുത്ത മത്സരം നെയ്മർക്ക് കളിക്കാൻ കഴിയില്ല. എതിരാളികൾ അത്ലറ്റിക്കോ പാരനൈൻസ് ആണ്. വരുന്ന 10-ാം തീയതിയാണ് ആ മത്സരം നടക്കുക. ഈ മത്സരത്തെ പേടിച്ചുകൊണ്ട് നെയ്മർ ജൂനിയർ മുങ്ങി എന്നാണ് ഇതേക്കുറിച്ച് ബ്രസീലിലെ ഫുട്ബോൾ നിരീക്ഷകർ പറയുന്നത്. അതായത് നെയ്മർ ആ ഒരു യെല്ലോ കാർഡ് വളരെ അനാവശ്യമായി കൊണ്ടാണ് വഴങ്ങിയിട്ടുള്ളത്. അതിനെയാണ് അവർ വിമർശിച്ചിട്ടുള്ളത്. അതായത് ആ മത്സരത്തിൽ കളിക്കാതിരിക്കാൻ വേണ്ടി മനഃപൂർവ്വം നെയ്മർ ജൂനിയർ യെല്ലോ കാർഡ് വഴങ്ങി, അത് ചോദിച്ചു വാങ്ങി എന്നാണ് ബ്രസീലിലെ ഫുട്ബോൾ നിരീക്ഷകർ ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. അവിടുത്തെ പ്രധാനപ്പെട്ട നിരീക്ഷകനായ കാർലോസ് എഡ്വാർഡോ പറഞ്ഞത് ഇങ്ങനെയാണ്: നെയ്മർ യെല്ലോ കാർഡ് വഴങ്ങിയ രീതി കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അദ്ദേഹം യാചിച്ചുകൊണ്ട് യെല്ലോ കാർഡ് വഴങ്ങിയതായാണ്. ഇതാണ് കാർലോസ് എഡ്വാർഡോ പറഞ്ഞിട്ടുള്ളത്. അതേസമയം മറ്റൊരു വ്യക്തിയായ ഫാബിയോ സോർമാനി പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ ഒരുപാട് തവണ നെയ്മർക്കൊപ്പം നിന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഇന്നത്തെ ഈ സംഭവത്തിൽ അദ്ദേഹത്തിനോടൊപ്പം നിൽക്കാൻ എനിക്ക് കഴിയില്ല. കാരണം അത്ലറ്റിക്കോ പാരനൈൻസിനെതിരെയുള്ള മത്സരത്തിൽ കളിക്കാതിരിക്കാൻ വേണ്ടി നെയ്മർ യെല്ലോ കാർഡ് ചോദിച്ചു വാങ്ങിയതാണ്. അദ്ദേഹം മുങ്ങിയതാണ്. ഇതിന് അദ്ദേഹത്തിന് പിഴ ചുമത്തുകയാണ് വേണ്ടത്. ഇതാണ് ഫാബിയോ സോർമാനി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതായത് അതിൻ്റെ പേരിൽ നെയ്മർക്ക് ഇപ്പോൾ വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ ലഭിക്കുകയാണ്. മനഃപൂർവ്വം യെല്ലോ കാർഡ് വഴങ്ങിക്കൊണ്ട് നെയ്മർ ജൂനിയർ മുങ്ങി എന്നാണ് ബ്രസീലിലെ ഫുട്ബോൾ നിരീക്ഷകർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും വളരെ അനാവശ്യമായ ഒരു യെല്ലോ കാർഡ് ആയിരുന്നു എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല. നെയ്മർ തൻ്റെ അഗ്രഷന്റെ കാര്യത്തിൽ കൂടുതൽ നിയന്ത്രണം പുലർത്തേണ്ടിയിരിക്കുന്നു. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.